ദാ ഇന്നത്തെ താരം ദാണ്ട് ഇതാണ് നമ്മളുടെ സേമിയ കേട്ടോ. ഇന്ന് ഞാനിവിടെ സേമിയ ഉണ്ടാക്കി. എന്താ പറയുന്നത്, സേമിയ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് നൊസ്റ്റിയൊന്നും അടിച്ചുണ്ടാക്കിയതല്ല. എന്താ പറയുന്നത്, നല്ല ഇരുന്ന് കുറുകി കേട്ടോ. കുറച്ച് സേമിയ ഇരിപ്പുണ്ടായിരുന്നു, ചവരില്ലായിരുന്നു. ചേട്ടനോട് പറഞ്ഞു മേടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ ഇരുന്ന് എക്സ്പയറി ആയിപ്പോൾ മിക്ക വീട്ടിലും കണ്ടിട്ടില്ല, ഈ പയർവർഗ്ഗങ്ങളും കാര്യങ്ങളും അവസാനം ഇരുന്നിരുന്നിരുന്ന് ചിലപ്പോൾ എക്സ്പയറി ആയിപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ദാണ്ട് സേമിയൊക്കെ ഉണ്ടാക്കി ഞാൻ പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്, സേമിയ എന്നൊക്കെ പറയുമ്പം എൻ്റെ ഒരു ഓർമ്മയിൽ, നിങ്ങൾക്കറിയില്ല, ഞാൻ എപ്പോഴും ഓർമ്മയിലോട്ട് ഇങ്ങനെ കടന്നു പോകുന്നു. എൻ്റെ ഒരു ഓർമ്മയിലെന്ന് വെച്ചാൽ പണ്ടത്തെ ബർത്ത്ഡേക്ക് നമ്മുടെയൊക്കെ സമയത്ത് ഇങ്ങനെ കേക്ക് കട്ടിലും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. 80-90 ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ മാക്സിമം നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വരുമ്പോഴത്തേക്കും നമ്മുടെ അമ്മമാർ എന്ത് ചെയ്യും, നമുക്ക് പായസം ഉണ്ടാക്കി വെക്കും. പിന്നെ സ്കൂളിൽ പോകാൻ നേരത്തെ ചിലപ്പോൾ അന്നൊക്കെ ഒരു 10-20 രൂപ നമ്മൾ മേടിച്ചുകൊണ്ടിട്ട് കുറേ മിഠായി മേടിച്ചിട്ട് പിള്ളേർക്കൊക്കെ പകുത്ത് കൊടുക്കും ഇല്ലേ. പാക്കറ്റ് മിഠായിയൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നപ്പോൾ അംഗൻവാടി പഠിക്കുന്ന പിള്ളേരൊക്കെ അവരുടെ പേരൻസൊക്കെ ഓരോ പാക്കറ്റ് മിഠായി മേടിച്ചു കൊടുത്തിട്ട് ഓരോരുത്തർക്ക് കൊടുത്തു വിടുന്നതൊക്കെ കാണും. ഞാനും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് ശുദ്ധമായ പശുവും പാലിൽ ഇല്ലേ, ശുദ്ധമായ പശുവും പാലിൽ എന്താ പറയുന്നത്, പശുവും പാലും പശുവിൻ്റെ നെയ്യും ഇല്ലേ, സേമിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഏലക്ക എല്ലാം കൂടെ ചേർത്ത് നല്ല ശരീരത്തിന് ഉത്തമമായ ഒരു ആഹാരം തന്നെ ആയിരുന്നു സേമിയ. പിന്നെ ഇപ്പോൾ അതെല്ലാം മറികടന്ന് ബർത്ത്ഡേ ആയപ്പം വാട്ടർ മെലോൺ കത്തിക്കുന്നതും പിന്നെ പിസ്സ, ബർഗർ, കേക്ക് എന്ന് പറഞ്ഞാൽ മൈദ ഒട്ടും തിന്നൂടാത്തായിട്ട് അതിനകത്ത് കുറേ ഷുഗർ ആഡ് ചെയ്യും. പിന്നെ എന്താ പറയുന്നത്, ഇങ്ങനെ കുറേ വേണ്ടാത്ത സാധനങ്ങളെല്ലാം ശരീരത്തിന് വേണ്ടാത്ത ആഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ആളുകൾ ഇത് കേക്ക് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാനങ്ങനെ പറയാനും, ഇപ്പോൾ എൻ്റെ മൂത്ത മകനായാലും അവരെല്ലാം ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പഴയ തലമുറയെ പറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, ഈ ഒരു പായസം എന്നൊക്കെ പറയുമ്പം ഏറ്റവും എൻ്റെ ഓർമ്മയിൽ എനിക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് അടപ്പായസമോ കടലപ്പായസമോ ഒന്നുമല്ല വരുന്നത്. അമ്മ സേമിയ അല്ലെങ്കിൽ അമ്മ ബ്രഹ്മസലി എന്നും പറയും, സേമിയ എന്നും പറയും. ഇപ്പോൾ മാക്സിമം ആളുകൾ പായസം എന്നങ്ങ് പറയും ഇവിടെയൊക്കെ എല്ലാം. ഏത് ഐറ്റത്തിനും അവർ പായസം എന്നേ പറയത്തുള്ളൂ കേട്ടോ. പിന്നെ വേറെ എന്താ പറയാനാ, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ചുമ്മാതെ വന്നതേ ഉള്ളൂ. പിന്നെ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നതല്ലേ, പലതരം വെറൈറ്റി വീഡിയോയും കൂടെ ഒക്കെ ഇടണ്ടേ. എന്നും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ മടിപ്പായി പോകത്തില്ലേ. കണ്ടേ ഗുഡ് ലൈഫ്, ഇത് നമുക്ക് കണ്ടേ ഇതിനകത്ത് മിൽക്കി മിസ്റ്റ് പാല്, ഇതിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ. ഗുഡ് ലൈഫിന് കൊഴുപ്പുണ്ട്, അധികം ടേസ്റ്റ് ഇല്ല. നമുക്ക് പശുവും പാൽ ഇടയ്ക്ക് വെച്ച് കിട്ടുമായിരുന്നു, ഇപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല, പണ്ടൊക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പാക്കറ്റ് പാലൊക്കെ മേടിക്കും, അല്ലെങ്കിൽ പാക്കറ്റ് പൊടി മേടിക്കും. ഇതൊക്കെ തന്നെ. അപ്പോൾ പിന്നെ സേമിയ ഇഷ്ടമുള്ള എല്ലാവരും വായോ, സേമിയ തരാം. പിന്നെ നമ്മുടെ പശുവും പാലിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഈ സേമിയയ്ക്ക് ഉണ്ടായിരിക്കുമെന്ന് വെച്ചാൽ ഇല്ല. ഇപ്പം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം കേട്ടോ, അങ്ങ് കുറുകി കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറുകും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, പാല് തിളപ്പിച്ചൊഴിക്കണം, അതേ ഉള്ള നിവർത്തി. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സേമിയ ഉണ്ട്. അവനെ ഒന്നും കൂടെ ഒന്ന് അലങ്കരിക്കാം അല്ലേ, ചിലപ്പം ഒരു അണ്ടിപ്പരിപ്പിൻ്റെ അടുത്ത ഒരു കിസ്മിസും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് അലങ്കരിച്ചിട്ട് ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പം ഏലക്കാണ് കിടക്കുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കേണ്ട. എല്ലാവർക്കും എൻ്റെ സേമിയ കഴിക്കാൻ ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു സേമിയ കുറച്ചും കൂടെ ഫ്രൈ ആവണമെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 1 മിനിറ്റ് ഫ്രൈ ആയത് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി അലങ്കാരത്തിന് പറ്റിയതായിരിക്കും. ഇവൻ ഇച്ചിരി ഫ്രൈ ആയതുകൂടെ കിടന്നാലേ അതിനൊരു ചൊറുക്കുള്ളൂ. അയ്യോ, കിസ്മിസ് എത്രയോ നല്ല കിസ്മിസ് കിടന്നിട്ടും കുറച്ച് എന്താ പറയുന്നത്, സ്പൂണൊക്കെ അതോ മുങ്ങി തപ്പേണ്ട അവസ്ഥയാണ്. അതാണ്ട് പോയിരിക്കുന്നത്. അബദ്ധമെന്ന് പറഞ്ഞാൽ പോരാ, അബദ്ധം. ഇതിന് ഡെക്കറേഷൻ ചെയ്യാൻ നോക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ താഴ്ന്നു പോകുന്നു. ഇത്രയൊക്കെ മതി. തുളുമ്പിപ്പോയില്ലേ, സംഗതി തുളുമ്പിപ്പോയി. ഓക്കെ, ബായ്. അപ്പോൾ എല്ലാവരും എൻ്റെ സേമിയയുടെ അഭിപ്രായം പറയണം. സ്പൂണൊക്കെ ഇങ്ങനെ അബദ്ധത്തിൽ വീണിട്ടവരുണ്ടെങ്കിൽ, കറി ഇളക്കുമ്പോഴോ പായസത്തിലോ ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ കമൻസിൽ ഒന്ന് രേഖപ്പെടുത്തണേ.